viewers, welcome back to Silent Learning. It's me, Sri Bhama SB. എടാ മക്കളെ, ഇതാ പുതിയൊരു അക്കാഡമിക് ഇയർ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് വെക്കേഷനും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് പുതിയൊരു വർഷത്തിലോട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ട് ഒരു പുതിയ സ്റ്റാർട്ടിങ് തന്നെ എന്താക്കണം, സെറ്റ് ആക്കണം അല്ലേ. അപ്പൊ എല്ലാ മക്കൾക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. എന്റെ പേര് ശ്രീഭാമ എന്നാണ്. എന്റെ മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങളല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ വെക്കേഷൻ ഒക്കെ ആണല്ലേ, ഇപ്പൊ അടിപൊളിയായിട്ട് വെക്കേഷൻ ഒക്കെ നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വെക്കേഷൻ പ്രോഗ്രാംസ്, അതൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാം. അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലർക്ക് റീഡിങ് ഇഷ്ടമായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് റീഡ് ചെയ്യാം. അതേപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട്, ഡാൻസേഴ്സ്, സിംഗേഴ്സ് ഉണ്ടായിരിക്കും, ഡാൻസേഴ്സ് ഉണ്ടായിരിക്കും, ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഈവൻ എന്തിനാ ഫുട്ബോൾ, ക്രിക്കറ്റ് വരെ കളിക്കാൻ ആഗ്രഹമുള്ള അത്രയും പാഷനേറ്റീവ് ആയിട്ടുള്ള മക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ ഈ വെക്കേഷൻ ടൈം പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലെ. ഇപ്പോഴൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയം പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തോ അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പം ഇന്ന് മിസ് വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു കുഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രസ്റ്റ് ദ മാജിക് ഓഫ് ന്യൂ ബിഗിനിങ് അല്ലെ. ഇപ്പൊ മുമ്പത്തെ വർഷം നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമുള്ള മക്കൾ ഉണ്ടായിരിക്കാം. കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലതെന്ന് തോന്നുന്നവരുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഒരു വർഷം മുതൽ 8th എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ്, ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ്. ഇതിന് ശേഷമുള്ളതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയി ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, 9th 10th ഒക്കെ നല്ല മാർക്കിനെ സ്കോർ ചെയ്യാം. അപ്പൊ ഇത് അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റായിട്ട് പഠിക്കണം. റെഡി? അപ്പൊ നോക്കിക്കോളൂ മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തില് ടെക്സ്റ്റ് ബുക്കിൽ എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്ന പറയുന്നുണ്ട്. നമുക്ക് അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ന്യൂ സിലബസോ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഇപ്പോഴുള്ള സിലബസ് വൈസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കറിയാം സിലബസ് വൈസ് നിങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം പഠിച്ചിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ കാര്യങ്ങൾ വൈഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരു കാര്യമാണത് അല്ലെ. കാരണം എല്ലാം കൂടെ പഠിക്കണം, എല്ലാം കൂടെ സെറ്റ് ആക്കണം, അതും ടഫ് ആയിട്ടുള്ള കുറെ സബ്ജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പേടിയും വേണ്ട. നമ്മൾ ഇപ്രാവശ്യം അടിപൊളിയാക്കും, സെറ്റ് ആക്കും. ഓക്കെ, റെഡി? അപ്പൊ നോക്കിക്കോളൂ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഒരു അക്കാഡമിക്കൽ ഒരു പുതിയൊരു കുഞ്ഞൊരു കാര്യം പറഞ്ഞ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ എന്റെ എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. കുഞ്ഞായിട്ടുള്ള കാര്യമുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങളുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റില്, അപ്പൊ സയൻസിലെ തന്നെ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏകദേശം പഠിക്കാനുള്ളത് എന്നുള്ളത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. അതിൽ കുഞ്ഞായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രമേ മിസ് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റെഡി? അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കെമിസ്ട്രി പഠിക്കാനുള്ളത് കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്കറിയാം കോള്, പെട്രോള്, ഡീസല്, കെറോസിൻ അങ്ങനെയുള്ള ഒരുപാട് ഫോസിൽ ഫ്യൂവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയാം അല്ലെ. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്, അതിൽ തന്നെ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എന്തൊക്കെയാ അതിന്റെ യൂസസ്, നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്തു അല്ലെ. എങ്കിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ, കമ്പഷൻ ആൻഡ് ഫ്ലെയിം എന്ന് പറയുന്ന ചാപ്റ്റർ. അത് ഭയങ്കര രസമുള്ള ചാപ്റ്റർ ആണ്. കാരണം എപ്പോഴും നമുക്കറിയാം നമ്മളൊരു സാധനം കത്തിക്കോ അല്ലെ, കത്തിക്കാത്ത ദിവസം ഉണ്ടോ? ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ ചന്ദനത്തിരെങ്കിലും കത്തിക്കാത്ത ആളുകളില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്യൂവൽ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഫ്ലെയിമിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് കമ്പഷൻ, ശരിക്കും നമ്മൾ കത്തിക്കുന്നു കമ്പസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് കമ്പഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ.
യെസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. കമ്പഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം, എങ്ങനെയാണ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ സെറ്റ് ആക്കും, റെഡിയാക്കും. സിമ്പിൾ അല്ലേ? നമ്മളെ പേര് പോലെ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ കെമിസ്ട്രിയിൽ ഉള്ളത്. അതേപോലെ ഇനി ഒരു ചാപ്റ്റർ ഉള്ളത് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. അതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. ഇലക്ട്രിസിറ്റി വരുന്നതും അതിലൂടെ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിലൂടെ കടന്നു പോകുന്നുള്ളതും അവിടെ എങ്ങനെയാണ് കെമിക്കൽ എഫക്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു മെറ്റലിന്റെ മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ടെക്സ്റ്റ് ബുക്കുകൾ മാറുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കാനുണ്ട്. കാരണം സിലബസ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്. കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്ക്രോൾ താഴെ പോകുന്നുണ്ടാവല്ലോ അല്ലെ, അതിൽ എന്റെ മക്കൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കഴിയും, നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വേറെ ഉണ്ട്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ആൻഡ് എക്സാം കണ്ടക്ട് ചെയ്യും. നമ്മൾ മൊഡ്യൂളുകൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബാച്ചിലുണ്ട്. നമ്മൾ യൂട്യൂബിൽ എടുക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ഒരുപാട് സമയം എടുത്ത് നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ബാച്ചിൽ പറ്റും. ഓക്കെ, അപ്പൊ രണ്ടും അടിപൊളിയായിട്ട് എന്റെ മക്കൾ യൂട്യൂബിലും ബാച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ചോടാ. നിങ്ങളുടെ വെക്കേഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. ബാക്കി കാര്യങ്ങൾ പോകെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.